ഹായ് നമസ്കാരം. ഈ തിരഞ്ഞെടുപ്പിൽ അടിയൊഴുക്കുകൾ സജീവമാണെന്നും ബി.ജെ.പിക്ക് 150 സീറ്റുകൾ കടക്കാൻ സാധിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനാധിപത്യവും ഭരണഘടനയും തകർക്കാൻ ശ്രമിക്കുന്നവരും ആ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പെന്നും എസ്.പി അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. തങ്ങളുടെ സഖ്യത്തിന് ബി.ജെ.പിയെ പരാജയപ്പെടുത്തുക എന്ന പൊതുവായ അജണ്ടയാണുള്ളതെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. തങ്ങൾക്ക് ശക്തിയുള്ള സീറ്റുകൾ പരസ്പരം വിട്ടു നൽകിക്കൊണ്ട് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത് ആ അജണ്ടയുടെ ഭാഗമാണെന്ന് കോൺഗ്രസ് 17 സീറ്റിൽ മാത്രം മത്സരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മറുപടിയായി രാഹുൽ ഗാന്ധി പറഞ്ഞു. യു.പിയിലെ സീറ്റ് വിഭജന കരാർ പ്രകാരം കോൺഗ്രസ് 17 സീറ്റിലും എസ്.പി 62 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. DMCക്ക് 1 സീറ്റ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള സഖ്യത്തെ ശക്തമായത് എന്ന് വിളിച്ച രാഹുൽ 2 പാർട്ടികളും സംസ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞു. ഇന്ത്യ സഖ്യം ഗാന്ധിയാബാദ് മുതൽ ഗാന്ധിപൂർ വരെ ബി.ജെ.പിയെ പരാജയപ്പെടുത്തുമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. ഗാസിയാബാദിൽ എസ്.പിയുടെ പിന്തുണയോടെ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് വിജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം വ്യക്തമാക്കാതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 150 സീറ്റുകളിൽ ഒതുങ്ങുമെന്ന് രാഹുൽ പറഞ്ഞു.